ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഫാറ്റ്സ് ആൻഡ് ഓയിലാണ്. ഈ ഒരു ചാപ്റ്റർ ഭയങ്കര എളുപ്പമാണ്. ഇത് ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറയുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. ഫർദറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. പക്ഷേ നമ്മൾ എന്തൊക്കെയാണ് ബേസിക് സ്റ്റെപ്പുകൾ എന്ന് പറയും കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫാറ്റ്സ് ആൻഡ് ഓയിലാണ്. എന്താണ് ഫാറ്റ്, എന്താണ് ഓയിൽ? സോ ഫാറ്റ് എന്ന് വെച്ചാൽ സോൾഡ് അല്ലെങ്കിൽ സെമി സോൾഡ്സ് ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ. ഓയിൽ അങ്ങനെയല്ല. ഓയിൽ എപ്പോഴും ലിക്വിഡ് ആയിരിക്കും, റൂം ടെമ്പറേച്ചറിൽ നിന്നായിരിക്കും. ഫാറ്റ്സിൽ ഒരുപാട് സാച്ചുറേറ്റ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഓയിലിൽ ലാർജ് എമൗണ്ട് ഓഫ് അൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫാറ്റ് ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവും, എന്നാൽ ലോ ടെമ്പറേച്ചറിൽ പോലും ഓയിൽ മെൽറ്റ് ആകും എന്നുള്ളതാണ്. ഡബിൾ ബോണ്ടാണ് ഫാറ്റിൽ ഇല്ലാത്തത്, എന്നാൽ ഓയിലിൽ ഡബിൾ ബോണ്ടുകളുണ്ട്. ഫാറ്റ് മോർ സ്റ്റേബിളാണ്, ഓയിൽ ലെസ് സ്റ്റേബിളാണ്. ഫാറ്റ് ആനിമൽ ഫാറ്റാണ് ബേസിക്കലി ഉണ്ടാവുക. ഓയിലാണെങ്കിൽ വെജിറ്റബിൾ സോഴ്സ് ഓഫ് ഫാറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് ബേസിക് ഡിഫറൻസസ് മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് വൺ ഇസ് കെമിക്കൽ റിയാക്ഷൻ ആണ് ഫാറ്റിൻ്റെ ഓയിലിൻ്റെയും. ഫസ്റ്റ് വൺ ഇസ് ഹൈഡ്രോളിസ് ആണ്. അവിടെ സഫോണിഫിക്കേഷൻ ആണ് ഉണ്ടാവുന്നത്. ബേസ് ഇൻഡ്യൂസ്ഡ് ഹൈഡ്രോളിസ് പ്രൊഡ്യൂസ് സോപ്പ് ആൻഡ് ഗ്ലിസറോൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സോപ്പ് ഉണ്ടാക്കണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്ലിസറോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. സോ ബേസ് ഇൻഡ്യൂസ്ഡ് ഹൈഡ്രോളിസ് വഴി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോപ്പും ഗ്ലിസറോളും ഉണ്ടാക്കാം എന്നുള്ളതാണ്. മെത്തേഡ് പറയുവാണെങ്കിൽ വാട്ടർ ഹൈഡ്രോളിസ് ആണ്. വാട്ടർ അറ്റ് 443 കെൽവിനിൽ 6 മുതൽ 8 അറ്റ്മോസ്ഫിയറിൽ സിങ്ക് ഓക്സൈഡ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വാട്ടർ ഹൈഡ്രോളിസ് ചെയ്യാം. എൻസൈം ഹൈഡ്രോളിസ് യൂസിങ് ലിപ്പേസ് എൻസൈം വെച്ചിട്ടാണ്. ആസിഡ് ഹൈഡ്രോളിസ് ആണെങ്കിൽ മിനറൽ ആസിഡോ അല്ലെങ്കിൽ ഗ്ലിസറോളോ ഫാറ്റി ആസിഡോ ആയിരിക്കും എക്സാമ്പിൾ വരിക. സോ ഇത് കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ജസ്റ്റ് കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. സോ സഫോണിഫിക്കേഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഹൈഡ്രോജനേഷൻ ആണ്. കൺവേർഷൻ ഓഫ് ഓയിൽ ടു സോൾട്ട് ഫാറ്റ് ആണ്. അതായത് അൺസാച്ചുറേറ്റ് ട്രൈഗ്ലിസറൈഡ്സിനെ മാർജാറിനായിട്ട് മാറ്റുന്ന പരിപാടിയാണ് കേട്ടോ. സോൾട്ട് ഫാറ്റായിട്ട് മാറ്റുന്ന പരിപാടിയാണ്. ഹൈഡ്രോജൻ അണ്ടർ പ്രഷറിൽ നിക്കൽ കാറ്റലിസ്റ്റ് 150 മുതൽ 200 ഡിഗ്രി സെൽഷ്യസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാർജാറിനായിട്ട് മാറ്റാൻ പറ്റും. ബേസിക്കലി അണ്ടർ പ്രഷറാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോജിനോലൈസിസ് ആണ്. തിരിഞ്ഞു പോകരുത്, ഹൈഡ്രോജനേഷനും ഹൈഡ്രോജിനോലൈസിസും. സോ ലൈസിസ് മീൻസ് ക്ലീവേജ് ആണ്. ഫാറ്റ് ഓയിലിൻ്റെ ഗ്ലിസറോളായിട്ട് മാറുകയാണ് ചെയ്യുക. അത് ഹൈ അലിഫാറ്റിക് ആൽക്കഹോൾ യൂസിങ് എക്സസ് ഹൈഡ്രോജൻ ആൻഡ് കോപ്പർ ക്രോമിയം കാറ്റലിസ്റ്റ് വഴിയിട്ടാണ് ഹൈഡ്രോജിനോലൈസ് ചെയ്യുന്ന ക്ലീവേജ് ഓഫ് ഫാറ്റ് ഓയിൽ ഇൻറ്റു ഗ്ലിസറോൾസ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഹൈ അലിഫാറ്റിക് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എക്സ് ആയിട്ടുള്ള ഹൈഡ്രോജനും കോപ്പർ ക്രോമിയം കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രോജിനോലൈസിസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ സഫോണിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ലൈക്ക് ഓയിൽസ് ഗ്ലിസറോൾ ആയിട്ട് മാറ്റുന്നതാണ്. ലൈക്ക് ഫാറ്റിനെയും ഓയിൽസിനെയും നമ്മൾ ഗ്ലിസറോൾ ആയിട്ട് മാറ്റുന്നതാണ് ബൈ യൂസിങ് ഹീറ്റ് ആൻഡ് അക്വസ് ആൽക്കലി ആണ്. സോ സോപ്പായിട്ട് മാറ്റുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. റാൻസിഡിഫിക്കേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ഉണ്ട്. അതായത് ഓക്സിഡേഷൻ ഓഫ് അൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡ് ഫോമിങ് പെറോക്സൈഡ്സ് ആൻഡ് ആൽഡിഹൈഡ്. സോ റാൻസിഡിറ്റി മീൻസ് കാറുക എന്നൊക്കെ പറയില്ലേ, കാറ് പോവുക, സ്മെല്ല് അടിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഓക്സിഡേഷൻ അടക്കം അൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡ്സ് നിന്ന് പെറോക്സൈഡ്സും ആൽഡിഹൈഡും ഫോം ചെയ്യുന്നു. സോ എൻസൈമാറ്റിക് ഹൈഡ്രോളിസ് ഉണ്ട്. അവിടെ മൈക്രോബിയൽ എൻസൈംസ് ആണ് അവിടെ ഒരു ഫോൾ സ്മെൽ ഉണ്ടാക്കുന്നത്. ആൻഡ് ബീറ്റ ഓക്സിഡേഷൻ ഉണ്ട്. സാച്ചുറേറ്റ് ഫാറ്റി ആസിഡ്സ് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അൺപ്ലസന്റ് ഓർഡറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡ്രൈയിങ് ഓയിലാണ്. സോ ഡ്രൈയിങ് ഓയിൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി ലിൻസീഡ്, ടങ്ക്, പോപ്പി സീഡ്സിലാണ് ഉണ്ടാവുക. ദാറ്റ് ഹാർഡൻ അപ്പോൺ എയർ എക്സ്പോഷർ. കൂടുതലും വായുമായിട്ട് ബന്ധം വരുമ്പോൾ നല്ല കട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുക. ഇത് പോളിമറൈസേഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്സിജനുമായിട്ട് ലൈക്ക് ക്രോസ് ലിങ്കേജ് കാരണം എന്തെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലാസ്റ്റിക് ഫിലിം പോലെ ഇപ്പോൾ ബേസിക്കലി പെയിൻറ്റിലും വാർണിഷിലും ഒക്കെയാണ് ഉപയോഗിക്കുക. അത് എയർ എക്സ്പോസ് ആകുമ്പോൾ ഭയങ്കര സോൾഡ് അല്ലെങ്കിൽ ഹാർഡനായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡ്രൈയിങ് ഓഫ് ഓയിൽ എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ ഇസ് ആസിഡ് വാല്യൂ ഡിറ്റർമിനേഷൻ ആണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ലാബിൽ പഠിച്ചിട്ടുണ്ടാകും പ്രൊസീജിയർ. സോ ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആസിഡ് വാല്യൂ വെച്ചാൽ എമൗണ്ട് ഓഫ് KOH or NOH നീഡ് ടു ന്യൂട്രലൈസ് ദ ഫ്രീ ഫാറ്റി ആസിഡ് 1 gram ഓഫ് ഫാറ്റ്. 1 gram ഫാറ്റിൽ എത്രത്തോളം KOH NOH വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇൻഡിക്കേറ്റർ ഫിനോഫ്താലിനാണ്. ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ട്രൈട്രൻ വഴിയാണ് ചെയ്യുന്നത്. എത്തനോൾ ഈതർ സൊല്യൂഷനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റീജൻസ് ഇത്രയും റീജൻ്റ് ആണ്. പ്രൊസീജിയർ നിങ്ങൾ വായിച്ചാൽ മതി. ഓൾറെഡി ഫോർമുല നോക്കുക. ആസിഡ് വാല്യൂ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 56.1 × V × N/W ആണ്.
സോ ഓൾറെഡി നിങ്ങൾ വായിച്ചാൽ മതി, ലാബിലും കൂടെ ചെയ്യുന്നതുകൊണ്ട് എളുപ്പമായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് സപ്പോണിഫിക്കേഷൻ വാല്യൂ ഡിറ്റർമിനേഷൻ ആണ്. ഇതും എമൗണ്ട് ഓഫ് KOH റിക്വയർഡ് ടു ന്യൂട്രലൈസ് ദ ഫ്രീ ആസിഡ് ആൻഡ് സഫോണിഫൈ ദ എസ്റ്റർ ഇൻ 1 gram ഓഫ് ഫാറ്റി ആസിഡ്. മറന്നു പോകരുത്, സഫോണിഫൈ ദ എസ്റ്റർ ആണ് ഇൻ 1 gram ഓഫ് ഫാറ്റ് ഓർ ഓയിലാണ്. സോ ഇവിടെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്ന വെച്ചാൽ ആവറേജ് മോളിക്യൂൾ വെയിറ്റ് കണ്ടുപിടിക്കും. ഫാറ്റിൻ്റെ ഓയിലിൻ്റെയും ആവറേജ് മോളിക്യൂൾ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സപ്പോണിഫിക്കേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ലോ സപ്പോണിഫിക്കേഷൻ വാല്യൂ ആണെങ്കിൽ ലോ കാർബൺ ചെയിൻ ഫാറ്റി ആസിഡ് എന്നാണ് പറയുന്നത്. ഹൈ സപ്പോണിഫിക്കേഷൻ വാല്യൂ ആണെങ്കിൽ ഷോർട്ടർ കാർബൺ ചെയിൻ ഫാറ്റി ആസിഡ് ആയിരിക്കും. സോ റീജൻ റിക്വയർഡ് എത്തനോൾ 0.5 NKOH ഇൻ എത്തനോൾ, ഫാറ്റ് സോൾവെൻറ്റ് ആൻഡ് 0.5 നോർമൽ HCl ആൻഡ് ഫിനോഫ്താലിനാണ്. സോ പ്രൊസീജിയർ ഉണ്ട്, വായിച്ചോളാം. സഫോണിഫിക്കേഷൻ വാല്യൂ മറന്നു പോയത് 28.05 ഇൻറ്റു ടൈറ്റൻ വാല്യൂ ഓഫ് ബ്ലാങ്ക് മൈനസ് ടൈറ്റൻ വാല്യൂ ഓഫ് ടെസ്റ്റ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സാമ്പിൾ. സോ ബേസിക്കലി പ്രൊസീജിയറിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് വേണ്ടി വരില്ല, എന്നാലും വേണമെങ്കിൽ നോക്കിക്കോളാം. സോ എസ്റ്റർ വാല്യൂ ആണ്. എസ്റ്റർ വാല്യൂ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഡിവൈഡ് ദ mg ഓഫ് KOH റിക്വയർഡ് ടു റിയാക്ട് വിത്ത് ഗ്ലിസറിൻ. ഒന്നെങ്കിൽ ഗ്ലിസറോളോ അല്ലെങ്കിൽ ഗ്ലിസറിനുമായിട്ട് KOH എത്ര വേണം റിയാക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ സഫോണിങ് ഓൺ 1 gram ഓഫ് ഫാറ്റ്, 1 gram ഓഫ് ഫാറ്റിൻ്റെ സഫോണിഫിക്കേഷൻ ശേഷമുള്ളതാണ്. സോ ബേസിക്കലി കാൽക്കുലേറ്റ് SB ആയിട്ട് നമ്മൾ കാണുക. സോ സപ്പോണിഫിക്കേഷൻ വാല്യൂ SB മൈനസ് ആസിഡ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റർ വാല്യൂ ചെക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ആഫ്റ്റർ സഫോണിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞു പോവല്ലേ. സോ ഐഡൻ വാല്യൂ ഡിറ്റർമിനേഷൻ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ മെഷറിങ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഓഫ് ലിപ്പിഡ്സ് ആണ്. എത്രത്തോളം ലിപ്പിഡ്സ് അൺസാച്ചുറേറ്റ് ആകുന്നു അതിൻ്റെ ഡിഗ്രി നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. എക്സ്പ്രസ് ഗ്രാം ആണ് നമ്മൾ എത്ര അയൺ അബ്സോർബ് ചെയ്തു പെർ 100 gram ഓഫ് ലിപ്പിഡിൽ എത്ര അബ്സോർബ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. സോ റിയേജൻറ്റ് ഐഡിൻ മോണോക്രോമൈഡ് റിയേജൻറ്റ്, പൊട്ടാസ്യം ഐഡിൻ, സ്റ്റാൻഡേർഡ് 0.1 നോർമൽ സോഡിയം തയോസൾഫൈഡ്, 1% സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ. ഐഡിൻ ആയതുകൊണ്ട് സ്റ്റാർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ക്ലോറോഫോം ആൻഡ് ഫാറ്റ് സാമ്പിളിങ് ക്ലോറോഫോം, ഇത്രയുമാണ് നമുക്ക് റിയേജൻ്റ് ആവശ്യമുള്ളത്. പ്രൊസീജിയർ വായിച്ചുള്ള ഐഡിൻ വാല്യൂ VB മൈനസ് VT ഇൻറ്റു N ഇൻറ്റു 12.69 ബൈ W ആണ്. W മീൻസ് വെയിറ്റ് ഓഫ് സാമ്പിൾ ആണ് കേട്ടോ. സോ അസറ്റിൽ വാല്യൂ ഡിറ്റർമിനേഷൻ ആണ്. അസറ്റിൽ വാല്യൂ എന്ന് വെച്ചാൽ എത്ര ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഫാറ്റിലും ഓയിലും ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ അസറ്റിലേഷൻ വഴി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് മില്ലിഗ്രാം ഓഫ് KOH റിക്വയർഡ് ടു ന്യൂട്രലൈസ് ദ അസറ്റിക് ആസിഡ്. സോ എത്രത്തോളം KOH വേണം അസറ്റിക് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ ബൈ ഫോം ബൈ ഹൈഡ്രോളിസ് ഓഫ് 1 gram ഓഫ് അസറ്റിലേറ്റ് സബ്സ്റ്റൻസ്. സോ നമ്മൾ ഇതിൽ നിന്ന് എത്രത്തോളം അസറ്റിലേഷൻ വഴി നമുക്ക് അസറ്റിൽ സബ്സ്റ്റൻസിന് എത്രത്തോളം KOH വേണം നമുക്ക് മാറ്റാൻ എന്നാണ് നമ്മളോട് അസറ്റിൽ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അസറ്റിൽ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് മാത്രമല്ല ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഉള്ളതെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ അതിൻ്റെയും പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളാം. അസറ്റിൽ വാല്യൂവിൻ്റെ ഫോർമുല B മൈനസ് A. B മീൻസ് സപ്പോണിഫിക്കേഷൻ വാല്യൂ ഓഫ് ഒറിജിനൽ സബ്സ്റ്റൻസും, B എന്ന് പറഞ്ഞാൽ സപ്പോണിഫിക്കേഷൻ വാല്യൂ ഓഫ് അസറ്റിൽ സബ്സ്റ്റൻസും. സോ അസറ്റിൽ സബ്സ്റ്റൻസും ഒറിജിനൽ സബ്സ്റ്റൻസും സപ്പോണിഫിക്കേഷൻ വാല്യൂ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത്. സോ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് റിച്ചേർഡ് മെസൽസ്, RM വാല്യൂ ഡിറ്റർമിനേഷൻ ആണ്. സോ ദ മെഷർമെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് വോളറ്റൈൽ ഫാറ്റി ആസിഡ് എക്സേർട്ട് ഫ്രം എ ഫാറ്റ് ത്രൂ സപ്പോണിഫിക്കേഷൻ. സോ എത്രത്തോളം വോളറ്റൈൽ ഫാറ്റി ആസിഡ് ഉണ്ട് സപ്പോണിഫിക്കേഷൻ വഴി നമുക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇറ്റ് റിപ്പീറ്റ്സ് ദ നമ്പർ ഓഫ് മില്ലിലീറ്റർ ഓഫ് 0.1 നോർമൽ ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നെസറി ടു ന്യൂട്രലൈസ് ദ വാട്ടർ സോലുബിൾ volatile fatty acid distilled and filtered from 5 gram of a given saponific fat. സോ ബേസിക്കലി ഫോർമുല മനസ്സിലായല്ലോ, എന്താ പറയുന്നത് മനസ്സിലായി. വോളറ്റൈൽ ഫാറ്റി ആസിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് RM വാല്യൂ ഇത് പറഞ്ഞു. സോ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മില്ലി ലിറ്റേഴ്സിലാണ് പറയുക. 0.1 നോർമൽ ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എത്രത്തോളം ന്യൂട്രലൈസ് ചെയ്യാൻ വേണം, വാട്ടർ സോലബിൾ വോളറ്റൈൽ ഫാറ്റി ആസിഡിൽ എത്രത്തോളം വേണം എന്നുള്ളതാണ്. അത് ഡിസ്റ്റിൽഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് 5 ഗ്രാമിൽ എത്ര സഫോണിഫൈഡ് ഫാറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ പറയുന്നത്. സോ സിഗ്നിഫിക്കൻ്റ് മാർജാരിനും ബട്ടറും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതിൻ്റെയും പ്രൊസീജിയർ വായിക്കുക. വാല്യൂ നോക്കുന്നത് A മൈനസ് B ഇൻറ്റു N ഇൻറ്റു 11 വെയിറ്റ് ഓഫ് സാമ്പിൾ റിച്ചേർഡ് മെസൽസ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഫോർമുല വരുന്നത് A മൈനസ് B ഇൻറ്റു N ഇൻറ്റു 11 ആണ്, മറന്നു പോകരുത്. സോ അതിൻ്റെയും പ്രൊസീജിയർ പറ്റുവാണെങ്കിൽ വായിച്ചു നോക്കുക. പ്രൊസീജിയർ ഇതിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഒരു 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം.
നമുക്ക് അത്ര എഴുതാനുണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് എഴുതുന്നുള്ളൂ. സോ നെക്സ്റ്റ് വേണം. താങ്ക് യു.